ഹായ് ഹലോ നമസ്കാരം. നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് നല്ല പോലെ തേച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് എണ്ണ ചൂടാക്കി എണ്ണയിലേക്ക് ചെമ്മീനെല്ലാം പറക്കിയിട്ട് പതിയെ അങ്ങോട്ട് മുരിച്ചെടുക്കുക. ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലാത്ത മീനല്ലേ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊരു 5 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഇതാ വന്നു, നല്ല പോലെ റോസ്റ്റായി വന്നു, ചെമ്മീൻ വെന്തു. ഇപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഒരുപാട് വേവിക്കുമ്പോൾ ചെമ്മീനുമായിട്ട് റബ്ബർ ബാൻഡ് പോലെ ആയിപ്പോകും കേട്ടോ, അതാണ് പ്രശ്നം. നല്ല സ്മെല്ലാട്ടോ ഇപ്പം. ഈ മണം മതി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചോറുണ്ണാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് പറക്കി മാറ്റി വെച്ചു. കുറച്ച് ആ പാത്രത്തിൽ തന്നെ വറുത്ത ഫ്രൈ പാനിൽ തന്നെ വെച്ചു. അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുഞ്ഞുള്ളിയില്ലേ, നല്ല കുഞ്ഞുള്ളി എടുത്ത് ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിവിടെ കിടന്ന് ഒന്ന് നല്ല പോലെ വാടി വരണം. ഈ ചെമ്മീൻ പൊരിച്ച എണ്ണയുടെ ഈ അല്പം കിടക്കുന്ന ചെമ്മീനില്ലേ, അതിൻ്റെ അകത്തും എല്ലാം ഇട്ട് അത് നന്നായി വാടിക്കഴിയുമ്പോൾ നമ്മൾ മാറ്റി പാത്രത്തിലോട്ട് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് പടേന്ന് അങ്ങോട്ട് എടുക്കുക. ഇതൊക്കെ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കേട്ടോ ചെയ്താൽ, അല്ലെ ചെമ്മീൻ വേവ് കൂടിപ്പോവും. ഇത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ, നല്ല മണാട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അതാണ് ഈ ചെമ്മീൻ ഒരുപാട് അരപ്പിനൊന്നും ആവശ്യമില്ല. ചെമ്മീനിന് തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ. റെഡിയായി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി, അത്ര ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങോട്ട് പറക്കി മാറ്റിയിട്ട് പിന്നെ നമ്മുടെ പരിപാടി എന്നു വെച്ചാൽ ഇത്തിരി നല്ല ചൂട് ചോറെടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടേ 2-3 ചെമ്മീൻ കഷ്ണവും ആ ഗ്രേവി എല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് കഴിക്കണേ. എന്നാ രുചിയാണെന്നറിയോ? കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കണേ. പിന്നെ ചെമ്മീൻ കഴിക്കാൻ മേക്കപ്പിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ പോരട്ടെ. ടാറ്റാ ബൈ, സീ യു.